ഹലോ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മാന്തൾ മുളക് ചാറാണ്. എല്ലാവർക്കും സനീസ് ഫ്ലേവർ ഹെവൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കറി വെക്കുന്നതിനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാന്തൾ, സവാള, ഉള്ളി, തക്കാളി, പച്ചമുളക്. വലിയ മാന്തളാണ് എടുത്തിരിക്കുന്നത്. സവാളയും ചുവന്നുള്ളിയും വലുതാക്കി തന്നെ അരിഞ്ഞിട്ടാൽ മതി, കാരണം അത് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഉള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കണമെന്നില്ല കേട്ടോ. കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മതി, കാരണം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൂട്ടിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇട്ട ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇനി വഴഞ്ഞു വന്നിരിക്കുന്ന ഈ സവാളക്കൂട്ടിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതെല്ലാം അരച്ചെടുക്കാം. മസാലക്കൂട്ടിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വഴഞ്ഞു വരണം. അപ്പോഴാണ് ആ മസാലയ്ക്ക് ഒരു രുചി ഉണ്ടാവുള്ളൂ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി മസാലക്കൂട്ടിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിട്ട ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ കറിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഉള്ളത് കൊണ്ട് പുളി ഉണ്ടാവില്ല, അപ്പോൾ അത്രയും വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വിനാഗിരി ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് തിളക്കണം. അതിന് വേണ്ടി നമുക്കിതൊന്ന് മൂടി വെക്കാം. കറി നമുക്ക് എങ്ങനെയാണെന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മാന്തൾ ഇട്ട് കൊടുക്കുക കേട്ടോ. വലിയ മാന്തളാണിത്. ഞങ്ങളുടെ നാട്ടിൽ മാന്തൾ എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ എന്തെന്നാണ് പറയണമെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. മീനിട്ട ശേഷം മസാല മീനിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാം കേട്ടോ. കറി എങ്ങനെയായി നോക്കാം. കേട്ടോ, കറിയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മീനും വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല മീനും കാണിച്ചു തരാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.